ഇപ്പോൾ മൊബൈലിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചാർജ് ഇല്ലെങ്കിൽ മൊബൈൽ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകാന്ന് പറയുന്ന ആളുകളുമുണ്ട്. കാലക്രമേണ ഈ 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആവും. ടോയ്ലറ്റിൽ പോകണമെന്ന് നമുക്കൊരു എസ്കേപ്പിസ് ആണ്. ടെൻഷൻ ഫ്രീ സ്ഥലം. ടെൻഷൻ ഫ്രീ സ്ഥലമാണ്. അവരുടെ എപ്പോഴും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് മെയിൽസിന് ഇല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പ് ചെയ്യും. കാര്യം ഈ മൊബൈൽ എടുത്താലേ പിന്നെ ബാത്റൂമിൽ പോവുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഒരു കഞ്ഞി കുടിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നും നമുക്കില്ല. അപ്പൊ കഞ്ഞി നമ്മുടെ വയറ് നല്ലതാണല്ലേ, പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി തന്നെ വേണം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർനൈറ്റ് അത് വെക്കുമ്പോൾ ഫെർമെന്റേഷൻ നടക്കുകയും നല്ല ബാക്ടീരിയാസ് അതിൽ വരികയും അതൊരു പ്രോബയോട്ടിക് ആയിട്ട് മാറുകയും ചെയ്യും. നല്ല ബാക്ടീരിയാസിന്റെ കോളനീസ് ഇംപ്രൂവ് ചെയ്യാൻ അത് നമ്മുടെ പഴങ്കഞ്ഞി, തൈര്, ദഹനം നടന്നാലാണല്ലോ നമ്മുടെ ന്യൂട്രിയൻസ്, കഴിക്കുന്ന ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുക. എന്നാലാണ് മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. IBS ഉള്ള വ്യക്തികള് വണ്ണം കുറയും. അവർ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കഷ്ടപ്പാടും വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 4-5 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരും. അത് നല്ല ക്വാണ്ടിറ്റി തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. IBS, ലോങ് സ്റ്റാൻഡിങ് IBS, കൂടുതലും IBS ഡയറിയ ടൈപ്പിൽ വെയിറ്റ് ലോസ് കാണപ്പെടാറുണ്ട്. മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് ഹൈ ഫോഡ്മാപ്പ് ഫുഡ് എന്ന് പറയും. ഡെഫിനറ്റ്ലി ആൽക്കഹോൾ എന്തായാലും ഒഴിവാക്കണം. മദ്യത്തിനോട് നോ. അരി കഴിക്കുകയാണെങ്കിലും പോളിഷ്ഡ് റൈസിന് പകരം തവിട് കളയാത്ത അരി കഴിക്കാൻ നോക്കുക. രാവിലെ തന്നെ ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇരിച്ചലാണ്. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ബ്ലാക്ക് കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻ കൂടും.